ചില മനുഷ്യർ അങ്ങനെയാണ്, ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകാൻ ഇഷ്ടപ്പെടുന്നവർ. ജയേഷിൻ്റെ ജീവിതവും അങ്ങനെയായിരുന്നു. അച്ചടക്കമുള്ള ഒരു പട്ടാളക്കാരൻ്റെ മകനായി ആ ചിട്ടകളോട് ഇണങ്ങി ജീവിക്കുന്ന ഒരാൾ. ഓരോ കാര്യവും അതിൻ്റെ കൃത്യസമയത്ത് സംഭവിക്കണം എന്നതായിരുന്നു അയാളുടെ രീതി. ബാങ്കിലെ ജോലി തിരക്കുകൾക്കിടയിലും അയാളുടെ ജീവിതവും ആ കണക്ക് പുസ്തകങ്ങൾ പോലെ അടുക്കും ചിട്ടയുമുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജയേഷിൻ്റെ ജീവിതത്തിലേക്ക് മീനു എന്ന പെൺകുട്ടി വരുന്നത്. അവൾ ജയേഷിനു നേരെ വിപരീതമായിരുന്നു. ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹലാളനയിൽ വളർന്നവൾ, പ്രത്യേകിച്ച് അടുക്കും ചിട്ടകളൊന്നുമില്ലാത്തവൾ. അവിടെ ആരും ഒന്നിനും കണക്ക് ചോദിച്ചിരുന്നില്ല. സാധനങ്ങൾ എവിടെയെങ്കിലും മറന്നു വെക്കുന്നതോ അല്പം അലസത കാണിക്കുന്നതോ അവിടെ ഒരു കുറ്റമേ അല്ലായിരുന്നു. വിവാഹം ഉറപ്പിച്ച നാളുകളിൽ ജയേഷ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ആ പഴയ ഒഴുക്കിനെ മാറ്റാൻ പോകുന്നവളാണ് മീനു എന്ന്. പക്ഷേ അവളിലെ നന്മയും ആ മുഖത്തെ നിഷ്കളങ്കതയും അയാളെ വല്ലാതെ ആകർഷിച്ചു. ഇതുവരെ ജീവിച്ച ചുറ്റുവട്ടങ്ങളെക്കാൾ പ്രിയപ്പെട്ടതാണ് അവളുടെ കൂട്ടെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ നിശ്ചയിച്ച പോലെ തന്നെ ലളിതമായ ചടങ്ങുകളോടെ അവരുടെ വിവാഹവും നടന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം മീനുവിൻ്റെ ഫോണിലേക്ക് അപ്രതീക്ഷിതമായൊരു മെയിലെത്തി. ഇത് കണ്ടപ്പോഴാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. പണ്ടെപ്പോഴോ ഒരു കമ്പനിയിൽ മീനു ഇൻ്റർവ്യൂവിന് പോയിരുന്നു. കല്യാണത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അവൾ അത് ഏതാണ്ട് മറന്നുപോയി എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നവളെ ആ ജോലിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വാർത്ത ജയേഷിനും വീട്ടുകാർക്കും വലിയ സന്തോഷമുണ്ടാക്കി. പക്ഷേ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മീനു ആ ജോലി തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ കാരണവും അവൾ കൃത്യമായി വ്യക്തമാക്കി. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഇതല്ലെങ്കിൽ മറ്റൊരു ജോലി. പക്ഷേ നമ്മുടെ പുതിയൊരു ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തൽക്കാലം ഈ ജോലിയെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എന്നവൾ ചിരിച്ചുകൊണ്ട് ജയേഷിനോടും കുടുംബത്തോടും പറഞ്ഞു. അവരും അതിനെ അംഗീകരിച്ചു. അവളുടെ സ്നേഹത്തിനും ആത്മവിശ്വാസത്തിനും മുന്നിൽ ജയേഷ് അഭിമാനത്തോടെ കൂടെ നിന്നു. മീനുവിൻ്റെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും കൂട്ടുനിൽക്കുന്ന നല്ലൊരു ഭർത്താവായിരുന്നു ജയേഷ്. അങ്ങനെ ഇരിക്കെയാണ് ജയേഷിന് ജോലിയിൽ പ്രമോഷനും അതോടൊപ്പം തന്നെ മറ്റൊരു നഗരത്തിലേക്ക് ട്രാൻസ്ഫറും ലഭിക്കുന്നത്. അതോടെ അവർ പുതിയൊരു നഗരത്തിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി. അതുവരെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരുടെ സഹായമുണ്ടായിരുന്ന മീനുവിന് ആ ഫ്ലാറ്റിലെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. വീട് ഒറ്റയ്ക്ക് നോക്കി ശീലമില്ലാത്തതിനാൽ അവൾ വല്ലാതെ പാടുപെട്ടു. എങ്കിലും ജയേഷിനോടുള്ള സ്നേഹം മൂലം അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഭക്ഷണമുണ്ടാക്കാൻ അവൾ എന്നും ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ശ്രമങ്ങൾക്കിടയിലും അവളുടെ പഴയ അലസതയും മറവിയും കൂടെയുണ്ടായിരുന്നു. അവൾ കാണിക്കുന്ന കുഞ്ഞു തെറ്റുകളെ അയാൾ സ്നേഹം കൊണ്ട് മൂടി. പാവം, അവൾ പഠിച്ചു വരുന്നതല്ലേയുള്ളൂ എന്ന് കരുതി അയാൾ എല്ലാം ചിരിച്ചു തള്ളി. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ കൗതുകം പതുക്കെ ഒരു ഭാരമായി തുടങ്ങി. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ജയേഷ് അറിയാതെ തന്നെ തൻ്റെ പഴയ ചിട്ടയിലേക്ക് മടങ്ങി. മീനുവിനോടുള്ള അവൻ്റെ അടങ്ങാത്ത സ്നേഹം മൂലം അവൾ വിഷമിക്കണ്ട എന്നു കരുതി അയാൾ മൗനം ശീലമാക്കി. എന്നാൽ അപ്പുറത്ത് മീനു ഇതൊന്നും അറിഞ്ഞില്ല. ജയേട്ടൻ ഒന്നും പറയുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കാം എന്നവൾ കരുതിയിട്ടുണ്ടാകും. തൻ്റെ അലസതയും മറവിയും അദ്ദേഹത്തിന് പ്രശ്നമല്ലെന്നു കരുതി അവൾ പഴയതിനേക്കാൾ അശ്രദ്ധയായി പെരുമാറി. ഫോണിലെ സൗഹൃദങ്ങളും സോഷ്യൽ മീഡിയയും അവളുടെ സമയം കവർന്നെടുത്തു. ഇതെല്ലാം കണ്ട് ജയേഷിൻ്റെ മനസ്സിൽ മൗനം ഒരു വൻ മതിലായി വളരുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇന്നവൾ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടാകുമെന്നയാൾ വെറുതെ ആഗ്രഹിക്കും. പക്ഷേ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന അലങ്കോലമായ കാഴ്ചകൾ അയാളുടെ പ്രതീക്ഷകളെ തകർത്തു. ദിവസങ്ങൾ കടന്നുപോയിട്ടും മീനുവിൽ യാതൊരു മാറ്റവും അയാൾ കണ്ടില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാൾ ജോലി കഴിഞ്ഞ ഫ്ലാറ്റിലെത്തിയത് തലവേദനയോടെയായിരുന്നു. ജോലി സ്ഥലത്തെ സ്ട്രെസ്സും വിശപ്പും ജയേഷിനെ വല്ലാതെ തളർത്തിയിരുന്നു. ഒരു കപ്പ് ചായ കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾ ആഗ്രഹിച്ചു. പക്ഷേ മുന്നിൽ കണ്ടത് അലങ്കോലമായി കിടക്കുന്ന വീട്. മീനുവാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ആ ചിരി അയാളുടെ ഉള്ളിലെ സഹനത്തിൻ്റെ അവസാന നൂലിഴയെയും മുറിച്ചു കളഞ്ഞു. ജയേഷ് മീനുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ ബലമായി പിടിച്ചു വാങ്ങി കോൾ കട്ട് ചെയ്തുകൊണ്ട് അവളോട് പറഞ്ഞു, നിനക്ക് ഈ വീട്ടിൽ ഒരു ഉത്തരവാദിത്വമില്ലേ മീനു? ഞാൻ എത്ര കാലമായി നിന്നെ സഹിക്കുന്നു. എന്താ നിന്റെ വിചാരം? സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇത് കേട്ട മീനു ആദ്യമൊന്ന് ഞെട്ടിപ്പോയി. അടിയേറ്റതുപോലെ അവൾ അവനെ നോക്കി.
നിങ്ങൾ ഇതുവരെ എന്നെ സഹിക്കുകയായിരുന്നു അല്ലേ എന്നവൾ വിതുമ്പലോടെ ചോദിച്ചപ്പോൾ കടുത്ത ദേഷ്യത്തിൽ ജയേഷ് പറഞ്ഞു, അതെ, നീ മാറുമെന്ന് കരുതി ഞാൻ ചെയ്ത വിട്ടുവീഴ്ചകളൊക്കെ എൻ്റെ വിഡ്ഢിത്തമായിരുന്നു. മീനുവും വിട്ടുകൊടുത്തില്ല. നിങ്ങളെല്ലാം ഉള്ളിൽ വെച്ച് പെരുമാറിയിട്ടിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു. അന്ന് കടുത്ത വഴക്കാണ് അവിടെ നടന്നത്. അത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന മൗനമായി മാറി. പിന്നീടത് മാസങ്ങളോളം നീണ്ടു. ഒരേ വീട്ടിൽ രണ്ട് അപരിചിതരെ പോലെ അവർ കഴിഞ്ഞു. ജയേഷിൻ്റെ ഉള്ളിലെ ഈ സംഘർഷം അയാളുടെ ജോലിയെയും ബാധിക്കാൻ തുടങ്ങി. ബാങ്കിലെ കണക്കുകളിൽ തെറ്റുകൾ സംഭവിക്കുന്നതും എപ്പോഴും അസ്വസ്ഥനായിരിക്കുന്നതും ശ്രദ്ധിച്ച സുഹൃത്തുക്കളായ അരുണും കാർത്തികും ഒരൊഴിവു ദിവസം അവരെ കാണാനായി ഫ്ലാറ്റിലെത്തി. അരുൺ ചോദിച്ചു, ജയേഷ്, മീനു, എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്? ജയേഷ് തൻ്റെ സങ്കടങ്ങളെല്ലാം സുഹൃത്തുക്കൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. ഇതു കേട്ട മീനു കരഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. ആ സമയം അരുൺ ജയേഷിനെ ഉപദേശിച്ചു, നീ ചെയ്തത് വിട്ടുവീഴ്ചയല്ല ജയേഷ്, മറിച്ച് ഒരു തരം ഭാരം ചുമക്കലായിരുന്നു. നിനക്ക് മനസ്സിലുള്ളത് നേരത്തെ തന്നെ മീനുവിനോട് പറയാമായിരുന്നില്ലേ? സ്നേഹത്തോടെ ഒന്ന് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പൊട്ടിത്തെറി ഒഴിവാക്കാമായിരുന്നു. മാത്രമല്ല, വീട്ടുപണികൾ ശീലമില്ലാത്ത അവളെ ഒന്ന് സഹായിക്കാമായിരുന്നില്ലേ? ദാമ്പത്യം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, പരസ്പരമുള്ള വിനയമാണ്. അപ്പോഴേക്കും മീനു അവിടെ എത്തിയിരുന്നു. കാർത്തിക് അവളോട് പറഞ്ഞു, മീനു, നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ജയേഷ് ഇത്രയും കാലം മൗനം പാലിച്ചത്. ജോലി കഴിഞ്ഞു വരുന്ന അവനെ അല്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അകൽച്ച ഒഴിവാക്കാമായിരുന്നു. അരുണിൻ്റെയും കാർത്തികിൻ്റെയും വാക്കുകൾ കേട്ടപ്പോൾ ജയേഷിനും മീനുവിനും തങ്ങളുടെ തെറ്റുകൾ ബോധ്യമായി. സുഹൃത്തുക്കൾ ഇടപെട്ട് അവരുടെ പിണക്കമെല്ലാം മാറ്റിയെടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ വീണ്ടും ഒന്നായ സന്തോഷത്തിൽ അവർക്ക് നന്മ നേർന്ന് അരുണും കാർത്തികും അവിടെ നിന്നും യാത്രയായി. അവർ പോയി കഴിഞ്ഞപ്പോൾ ജയേഷ് പതുക്കെ മീനുവിൻ്റെ അരികിലേക്ക് ചെന്നു. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയേഷ് പറഞ്ഞു, മീനു, എനിക്ക് തെറ്റുപറ്റി. സഹിക്കുന്നതാണ് സ്നേഹമെന്ന് ഞാൻ തെറ്റായി കരുതി. നിന്നെ സഹായിക്കുന്നതിനു പകരം നിന്റെ വീഴ്ചകൾ എണ്ണി നോക്കുകയായിരുന്നു ഞാൻ. എന്നോട് ക്ഷമിക്കണം, കടുത്ത വാക്കുകൾ പറഞ്ഞതിനും വേദനിപ്പിച്ചതിനും എല്ലാറ്റിനും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ജയേഷിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഈ വാക്കുകളിലെ സത്യസന്ധത മീനുവിൻ്റെ ഉള്ളുലച്ചു. മീനു അപ്പോഴേക്കും സങ്കടത്തോടെ ജയേഷിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ജയേട്ടൻ്റെ ആ സ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. എന്നെ വിശ്വസിച്ച് ഏട്ടൻ നൽകിയ ആ സ്വാതന്ത്ര്യത്തിന് ഞാൻ നൽകിയ മറുപടി എൻ്റെ അലസതയായിരുന്നു. ഞാൻ ഇനി പഴയ മീനുവല്ല ജയേട്ട. ഈ വീടിനെയും നമ്മളെയും അറിഞ്ഞു സ്നേഹിക്കുന്ന ഒരു പുതിയ മീനുവായിരിക്കും ഞാൻ. അവൾ പതിയെ ജയേഷിൻ്റെ തോളിലേക്ക് ചാരി. അന്ന് ആ ഫ്ലാറ്റിലെ മൗനത്തിൻ്റെ വൻമതിലുകൾ തകർന്നു വീണു. പുറത്ത് നിലാവിനൊപ്പം അവരുടെ ജീവിതത്തിൽ പുതിയൊരു സ്നേഹപ്രകാശം നിറയുകയായിരുന്നു. പിറ്റേന്ന് ഫെബ്രുവരി 14 പരസ്പരം തിരിച്ചറിഞ്ഞ അവരുടെ പുതിയ ജീവിതത്തിൻ്റെ മനോഹാരിത കൂട്ടാൻ ആ ദിവസം അവരെ കാത്തുനിന്നു. ദാമ്പത്യം എന്നത് രണ്ട് പെർഫെക്റ്റ് മനുഷ്യർ തമ്മിലുള്ള ഒന്നല്ല, മറിച്ച് പരസ്പരമുള്ള കുറവുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന രണ്ട് സാധാരണ മനുഷ്യർ തമ്മിലുള്ളതാണ്. സഹിക്കലല്ല, അംഗീകരിക്കലാണ് യഥാർത്ഥ സ്നേഹം.